ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ, അതായത് ജനുവരി മാസം 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ OTT റിലീസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ലിസ്റ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സാധാരണ ഞായറാഴ്ചകളിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാറുള്ളത്, ഞായറാഴ്ച രാത്രികളിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാറുള്ളത്. പക്ഷേ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ, ഒരു മരണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നലെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ OTT റിലീസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ഏകദേശം 25ഓളം റിലീസുകളാണുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന മാർവലിന്റെ സിനിമയാണ് വെനം ദ ലാസ്റ്റ് ഡാൻസ് എന്ന സിനിമ. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഹിന്ദി ത്രില്ലർ മൂവിയാണ് ദ സബർമതി റിപ്പോർട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ ഇതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ഈ ഒരു സിനിമയുടെ തമിഴ്, തെലുങ്ക് ഡബിഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. C5 വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാളം മൂവിയാണ്. നീലമുടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. IFFK പ്രദർശിപ്പിച്ച സിനിമയാണ്. മനോരമാക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു മലയാള സിനിമ തന്നെയാണ്. മനോരമാക്സ് വഴി റിലീസ് ചെയ്ത ഒരു ഡ്രാമ കോമഡി റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ഇന്നലകൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയും ഇപ്പോൾ മുതൽ മനോരമാക്സ് മുതൽ അവൈലബിൾ ആണ്. അടുത്ത് ആഹ കയറ്റം എന്ന് പറഞ്ഞ സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത് മഞ്ജു വാര്യർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ സിനിമയെ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു യൂട്യൂബ് വഴി റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് അലീന ദ ബിഗിനിങ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ, ഈ ഒരു ഹൊറർ മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡ്രാഫ്റ്റഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം വഴി ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ബുച്ചേഴ്സ് ക്രോസിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ബ്യൂട്ടി ഈസ് നോട്ട് എ സൈൻ എന്ന് പറഞ്ഞൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇറ്റാലിയൻ മൂവിയാണ്. മുബി OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് വണങ്ങ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബാല സംവിധാനം ചെയ്ത സിനിമ. അരുൺ വിജയ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യുന്ന എൻദുസ OTT പ്ലാറ്റ്ഫോം വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ലീക്ക്ഡ് പ്രിന്റ് ആണ്. മതഗജ രാജ എന്നാണ് സിനിമയുടെ പേര്. വിശാലിന്റെ ഒരു ആക്ഷൻ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെട്ട തമിഴ് മൂവിയാണ്. ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ പ്രിന്റ് ലീക്ക് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ തമിഴ്, തെലുങ്ക് വേർഷൻ കൂടി ലീക്ക് ആയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച. അടുത്തത് ശ്രീഗോകുലം ഷെർലക് ഹോംസ് പറഞ്ഞൊരു തെലുങ്ക് ത്രില്ലർ മൂവിയാണ്. ETV വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് സമുദ്രക്കരി പ്രധാന വേഷം കൈകാര്യം ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. തിരുമാണിക്കം എന്ന് പറയുന്ന സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായി C5 ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് നമ്മുടെ ശരത് കുമാറിന്റെ 150ാമത്തെ സിനിമയായിരുന്നു സ്മൈൽ മാൻ എന്ന് പറയുന്ന സിനിമ. ആഹാ തമിഴ് വഴിയാണ് ഈ സിനിമ, ഈ ഒരു ക്രൈം ത്രില്ലർ മൂവി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത C5 വഴി റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ് ഹിസാബ് ബറാബർ എന്ന് പറഞ്ഞൊരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ. മാധവൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് ഈ ഒരു സിനിമ C5 വഴി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സ്വീറ്റ് ഡ്രീംസ് എന്ന സിനിമ. ഹിന്ദി ഭാഷയിൽ ഈ ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ടർ ഹോട്ട്സ്റ്റാർ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മലയാളം മൂവിയാണ്. മലയാളം സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. 90 മിനിറ്റ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മനോരമാക്സ് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ക്രൈം ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കില്ലേഴ്സ് ഗെയിം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നേരത്തെ റിലീസ് ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത വേദിക പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹൊറർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് ഫിയർ എന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈം വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അസ്രയേൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു തെലുങ്ക് സിനിമയായിരുന്നു ലവ് റെഡ്ഡി എന്ന് പറഞ്ഞ സിനിമ. റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ സിനിമയുടെ തെലുങ്ക് വേഷം ഇതിനു മുമ്പേ റിലീസ് ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ മലയാളം ഡബ്ഡ് വേഷം ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആഹാ തെലുങ്ക് വഴിയായിരുന്നു ആദ്യം റിലീസ് ചെയ്തിരുന്നത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു തെലുങ്ക് മൂവിയാണ്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് റസാക്കർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ തെലുങ്ക്, മലയാളം ഡബ്ഡ് വേഷം ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആഹാ തെലുങ്ക് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിനിമ നമ്മൾ ലാലേട്ടന്റെ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഡിസ്പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ, ഈ ഒരു അഡ്വഞ്ചർ ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട്, ഹിന്ദി ഭാഷയില, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ടാണ് ഡിസ്പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഉപേന്ദ്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കന്നഡ മൂവിയായിരുന്നു UI എന്ന് പറഞ്ഞ സിനിമ. തമിഴ്, മലയാളം
വർഷങ്ങളായിട്ട് ഈ ഒരു സിനിമയുടെ ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, ലീക്ക്ഡ് പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. UI എന്ന് പറയുന്ന സിനിമയുടെ ലീക്ക്ഡ് പ്രിൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിലീസ് ചെയ്തതായിട്ടുള്ളത്. പിന്നെ ജനുവരി മാസം 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ള ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും ഏറ്റവും പുതിയൊരു OTT അപ്ഡേറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.